നിങ്ങളുടെ ഉപദേശം കൂടുതൽ ഇങ്ങോട്ട് എടുക്കണ്ട. കാശുണ്ടാക്കാൻ വല്ല ലോഡ്ജിലും പോയിക്കൂടെ അത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത മാന്യമായ തൊഴിലുണ്ട്. നിങ്ങളുടെ ഒരു സംസ്കാരമല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ഒന്നും മറുപടി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവരെന്നെ തള്ളച്ചെന്ന് വിളിക്കാനും മാത്രമേ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു. അപ്പം നിങ്ങളുടെ ഒരു വിവരമോ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസമോ നിങ്ങളുടെ ഒരു സംസ്കാരമോ അല്ല, നിങ്ങളുടെ ഒരു കുടുംബമൊക്കെ ഒന്നും അല്ല എനിക്കുള്ളത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുടെ കാര്യം പറയുവാനായിട്ടാണ്. അത് കുറേയേറെ പോസിറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പോസിറ്റീവ് കമൻറ്റുകൾ ഇട്ട ആൾക്കാർക്കെല്ലാം നന്ദി പറയുന്നു. കാരണം നമ്മുടെ ചാനൽ നല്ല റീച്ചായി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരാണ് പോസിറ്റീവ് കമൻറ്റുകളിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജും ഒക്കെ ആയിട്ട് എന്നെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഈ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമൻറ്റും കുറേ കാണുവാനിടയായി. വായിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രഭാകരൻ പള്ളിപ്പാട് ആണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ഇട്ടിരിക്കുന്ന കമൻ്റാണ്, കിച്ചുവിൻ്റെ പെറ്റമ്മയാണോ നീ? കാശുണ്ടാക്കാൻ വല്ല ലോഡ്ജിലും പോയിക്കൂടെ എന്നാണ് അദ്ദേഹം നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട്, അതായത് ഈ പ്രഭാകരനോട് പറയുവാനുള്ളത്, എനിക്ക് കാശുണ്ടാക്കാനായിട്ട് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. എനിക്ക് ജോലിയുണ്ട്. അതുപോലെ ഒരു സമൂഹത്തിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കുവാനായിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല ജോലികൾ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അതുപോലെയുള്ള ഒരു ആളല്ല ഞാൻ. പിന്നെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ മനസ്സിലേക്ക് ഈ ലോഡ്ജ് എന്നുള്ള ഒരു വാക്ക് മനസ്സിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത മാന്യമായ തൊഴിലുണ്ട്. അടുത്ത കമൻറ്റ് അബിയാണ്. ഇവക്കൊന്നും വേറെ പണിയില്ലേ? വേറെ തൊഴിലുറപ്പിന് പോയി ജീവിക്കാൻ നോക്ക് പെണ്ണും പിള്ളേ. ഈ അബിയോട് പറയുവാനുള്ളതും, എനിക്ക് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജോലിയുടെ കൂടെ സൈഡായിട്ട്, അതായത് നമ്മളെ കൊണ്ട് യൂട്യൂബ് വഴി ഒരു നല്ല വാക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ, നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ യൂട്യൂബിലൂടെ പലവിധ കാര്യങ്ങളും സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അബിയുടെ ഇത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അവരുടെ ഒരു ഫോട്ടോയും എന്ത് ഞാൻ വിചാരിച്ചു, അവർ എന്നെ ഇങ്ങനെ വിമർശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഒരു പ്രൊഫൈലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ റീൽസ് ആണെങ്കിലും ഒക്കെ വളരെ ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ വിമർശിക്കുന്നത്. ബിൻസി റോഷൻ എന്നുള്ള ആളാണ് അടുത്ത കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ആ ആൾ ഇട്ടിരിക്കുന്നതാണ്, വാർത്ത വായിക്കുന്ന സ്റ്റൈൽ ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഇത് നമ്മുടെ ഓരോ സ്റ്റൈലാണ് മോളെ. ഓരോ വീഡിയോയ്ക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റൈലിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്താണെങ്കിലും നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും ഞാൻ ഈ കമൻറ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ. അടുത്ത കമൻറ്റ് നോക്കാം. മേഴ്സി ജോർജാണ് അടുത്ത കമൻറ്റ് ഇട്ടിരിക്കുന്നത്. നീ പോടി നായെ എന്നാണ് അവരിട്ടിരിക്കുന്ന കമൻറ്റ്. അപ്പം നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻറ്റിനും ഞാൻ ഉത്തരം തരാൻ ഉദ്ദേശിക്കുന്നത് എൻ്റേതായ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ അഭിപ്രായങ്ങളും പറയുന്നതും. അതുപോലെ നിങ്ങളുടെ കമൻറ്റിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നതും അത്തരത്തിലാണ്. നിങ്ങളുടെ ഒരു സംസ്കാരമല്ല എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും താഴെ വന്ന് അതുപോലെ ലോ ആയി സംസാരിക്കാനും എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെയാണ്. സംസ്കാരമുള്ള വാക്കുകൾ മാത്രമേ, എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏതെങ്കിലും തരത്തിലുള്ള സംസ്കാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളോട്, എന്താണ്, മേഴ്സി ജോർജിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആ പദം എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അത് നിങ്ങളുടെ സംസ്കാരമല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആ ഒരു പദം ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. മേഴ്സി ജോർജിൻ്റെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തു. ഈ മേഴ്സി ജോർജിൻ്റെ ആ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അവരുടെ പടവും അവരുടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവരെന്നെ തള്ളച്ചെന്ന് വിളിക്കാനും മാത്രമേ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ എന്തായാലും തിരിച്ച് നിങ്ങൾ പറഞ്ഞ സംബോധന ഞാൻ തിരിച്ച് പറയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു വിവരമോ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസമോ നിങ്ങളുടെ ഒരു സംസ്കാരമോ അല്ല, നിങ്ങളുടെ ഒരു കുടുംബമൊക്കെ ഒന്നും അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റേതായ സംസ്കാരത്തോടെ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ടെന്ന് പറയുകയോ ഒന്നും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒന്നും പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. തങ്കച്ചനാണ് അടുത്ത കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഈ തള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് തങ്കച്ചൻ ചോദിച്ചിരിക്കുന്നത്. ഈ തങ്കച്ചന് ഇപ്പോൾ എന്താണ് സത്യത്തിൽ മാനസിക ഒരു വിഭ്രാന്തിയിലാണോ ഈ വാക്ക് ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ തങ്കച്ചൻ എന്നെ തള്ളച്ചി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ തങ്കച്ചൻ്റെ പ്രൊഫൈലും എല്ലാം ഞാൻ സെർച്ച് ചെയ്തു. തങ്കച്ചൻ്റെ ആ ഫോട്ടോയും തങ്കച്ചൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്ത് സഹിതമുള്ള അത് ഞാൻ സെർച്ച് ചെയ്തു. അതിൽ എനിക്ക് മനസ്സിലായി ഈ തങ്കച്ചൻ എന്നെ അമ്മച്ചെന്ന് വിളിക്കാൻ, ഞാൻ നിങ്ങളെയാണ് അപ്പച്ച എന്ന് വിളിക്കേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടു. അതുകൊണ്ട് കമ്പി കൃഷ്ണയാണ് ഇട്ടിരിക്കുന്നത്. ഈ കൃഷ്ണ അമ്മമ്മ മുതുക്കിയായല്ലോ, വേറെ ജോലിയൊന്നും ഇല്ലേ? ഊഞ്ഞാൽ പോലുള്ള കമ്മൽ. അപ്പോൾ ഈ കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേറെ ജോലി ഉണ്ട്. ആ ജോലിയുടെ കൂടെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് ജോലി ഉണ്ടോ എന്നതും എനിക്ക് ഏത് സ്ഥാപനത്തിലാണ് ജോലി എന്നതും എന്നെ അറിയാവുന്നവർക്ക് അറിയാം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ കമ്മലിൻ്റെ കാര്യം പറഞ്ഞു. കമ്മൽ എനിക്കിഷ്ടമുള്ള കമ്മലാണ് ഞാൻ ഇടുന്നത്. ഓക്കെ. അതുപോലെ മിനി വെർഷനാണ് അടുത്ത കമൻറ്റ് ഇട്ടിരിക്കുന്നത്.
ഒന്ന് പോടി കൂതറെ, എവിടുന്ന് വരുന്നു ഓരോരോ വാണങ്ങൾ എന്നാണ് ആ മിനി ഇട്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഒന്നും മറുപടി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അടുത്ത കമന്റ് നോക്കാം. എൽസി ഇട്ടിരിക്കുന്നതാണ്. എൽസി ഇട്ടിരിക്കുന്ന കമന്റ് വായിക്കാം. നിനക്കൊന്നും വേറെ ജോലി ഇല്ലേടി, വല്ല തൊഴിലുറപ്പം പോയി ജീവിക്ക്, സംസാരിക്കാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി ഇട്ടിട്ടില്ല തോന്നുന്നു. സംസാരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എൽസിയോട് എനിക്ക് പറയുവാനുള്ളത്, വേറെ ജോലി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. വേറെ ജോലി ഉണ്ട്, എനിക്ക് വേറെ ജോലി ഉണ്ട്, മാസ ശമ്പളം കിട്ടുന്ന ജോലി തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ കമന്റിനൊക്കെ മുമ്പ് വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും നമ്മളുടേതായ ഒരു വാക്കുകൊണ്ട്, നമ്മളുടേതായ ഒരു മെസ്സേജ് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം, അതായത് ഉപകാരം എന്ന് ഉദ്ദേശിച്ചത് ഒരു ആത്മഹത്യയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിക്ക് പലവിധ കാര്യങ്ങൾ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള വാക്കുകൾ കൊണ്ട് പിന്തിരിയാൻ സാധിച്ചുവെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മഹത്യയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ വഴക്കാണെങ്കിലും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കിടന്നുള്ള അലമ്പ്, വഴക്ക്, വലിച്ചേറ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒരു മോട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോസുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ജോലി ഉണ്ടെങ്കിലും ഈ ജോലി കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ പണമല്ല, പണത്തിനപ്പുറം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യൂട്യൂബാണ്, അല്ലെങ്കിൽ ചാനലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൽസി ജെയിംസിന് ഒരു നേരെ ചൊവ്വേ ഒരു ഫോട്ടോ പോലും ഇടാനായിട്ട് അവർക്ക് അറിയില്ലാത്ത ആളാണ്. അതായത് എററാണ് അവരുടെ ഒരു അവരുടെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആ ഫോട്ടോ പോലും നല്ലൊരു ഫോട്ടോ പോലും അല്ല, മുഖം നന്നായിട്ട് തെളിഞ്ഞ് പോലും അല്ല അവരൊരു ഫോട്ടോ ഇട്ടിരിക്കുന്ന പോലും. അത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ വിമർശിച്ചിരിക്കുന്നത്. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത് ഈ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകും. ഞാനൊന്നും അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിനകത്തൊന്നും അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളവരും നമുക്ക് മനസ്സിലാക്കി തരുന്ന വിമർശനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് മറ്റൊരു ആള് ചോദിച്ചിരിക്കുന്ന കമന്റാണ്. എടു പെണ്ണുപിള്ളേ, അതായത് ബീന തോമസ് ആണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ബീന തോമസ് ഇട്ടിരിക്കുന്ന കമന്റ് ഞാൻ വായിക്കാം. എടു പെണ്ണുപിള്ളേ, നീ എന്നാ കടിക്കുന്നത്? എടി പെണ്ണുപിള്ളേ, നീ എന്നാ കടിക്കുന്നത്? നീ നിന്റെ പണി നോക്കി പോടി. നിന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു നിന്റെ മക്കളാണ് നിനക്ക് ഇത്ര കടി. ഞാൻ മേടിച്ചു തരാം, മര്യാദയ്ക്ക് പോടി. നീ രേണുസുതി പുറത്തേക്ക് നീ കയറാൻ പോകണ്ട. നീ നിന്റെ കാര്യം നോക്കി. രേണുസുതിയെ വിറ്റ് നീ ഇത്രയും നാള് ജീവിച്ചില്ലേ, ഇനി മതി മേടിച്ചത്. അപ്പം രേണുസുതിയുടെ കാര്യങ്ങൾ നമ്മൾ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. രേണുസുതിയെ അനുകൂലിച്ചും രേണുസുതിയുടെ ചെയ്തികൾ വിമർശിച്ചുകൊണ്ട്, അതായത് അതെന്താണെന്നുള്ളവരും എൻ്റെ ചാനൽ കേട്ടവർക്കും, എൻ്റെ ബീന തോമസ് അവരുടെ ഒരു പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തു. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവരൊക്കെ നിങ്ങളെ എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയില്ല, ഞാനത് മനഃപൂർവ്വം പറയുന്നില്ല, ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അപ്പോഴേ ഇതിന്റെ ഗൗരവം മനസ്സിലാത്തുള്ളൂ. നിങ്ങളെ ഞാൻ ഒരു കാര്യം നിങ്ങൾ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നോ നിങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളോട് ഒരു ആൻസർ പറയാൻ പോലും എനിക്ക് അതിന്റെ ആവശ്യം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈല് ഞാൻ ജനങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമ്മൾ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. രേണുസുതിയെ അനുകൂലിച്ചും രേണുസുതിയുടെ ചെയ്തികൾ വിമർശിച്ചുകൊണ്ട്, അതായത് അതെന്താണെന്നുള്ളവരും എൻ്റെ ചാനൽ കേട്ടവർക്കും, എൻ്റെ ചാനൽ കേട്ടവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും എന്താണ് നമ്മൾ പറയുന്നത്. രേണുസുതിയെ ആദ്യമായിട്ട് ഞാൻ അനുകൂലിച്ചുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വിധവയായ സ്ത്രീ ഒരു ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവുകൾ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ സപ്പോർട്ടിലൂടെയാണ് ചെയ്തത്. പിന്നീട് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നപ്പോൾ, അതായത് മക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള തരംതാണ വീഡിയോ കണ്ടപ്പോഴാണ് പ്രതികരിച്ചത്. പിന്നീട് പല വീഡിയോകളും 3-4 വീഡിയോ, 4-5 വീഡിയോ മാത്രമേ രേണുവിനെ ഇട്ടിട്ടുള്ളൂ. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇട്ടിട്ടുണ്ട്. രേണുവിനെ രോഗം വന്നപ്പോഴും വീഡിയോ ഇട്ടപ്പോൾ, അതായത് രേണുവിൻ്റെ ചെയ്തികളെ ഒന്നും അംഗീകരിച്ചുകൊണ്ടല്ല, ഇപ്പോഴും രേണുവിന് രോഗമുള്ള രേണുവാണെങ്കിലും രോഗമില്ലാത്ത രേണുവാണെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്തപ്പോഴും രേണുവിൻ്റെ ശരീരം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ അല്ലെങ്കിൽ തരംതാണ വീഡിയോസുകളൊന്നും ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ തുടങ്ങിയ ആൾക്കാരെ കേരളത്തിലുള്ള ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്നില്ല. അത് രോഗമുണ്ടെങ്കിലും രോഗമുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. കാരണം അവർക്ക് ഒരു രോഗം വരുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതെൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേണുവിനെ കുറ്റമല്ല പറഞ്ഞത്. കുറ്റം പറയേണ്ട സമയത്ത് നമ്മൾ കുറ്റം പറഞ്ഞു, വിമർശിക്കേണ്ട കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ വിമർശിച്ചു. അല്ലാതെ രേണുവിനോട് ആർക്കും ഒരു വിരോധമില്ല. അത് രേണുവിനെ ചേർത്ത് പിടിക്കുക, അതായത് രോഗം വന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അവർക്ക് അവരുടെ രോഗം മാറണമെന്ന് തന്നെ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറയും. എൻ്റെ വീഡിയോ കേട്ടിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് പറയുന്നത്. ഈ രേണുവിനെ കുറ്റം ആര് പറഞ്ഞു? രേണുവിനെ കുറ്റപ്പെടുത്തേണ്ട സമയത്ത് രേണുവിനെ കുറ്റപ്പെടുത്തി. എല്ലാവരും സ്ത്രീകളാണ്, അതായത് സമൂഹത്തിൽ മാന്യമായിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, ആക്ടിവിറ്റീസിലൂടെ പോകുന്നതും കലാപരമായ ഒരു കഴിവും തൊഴിൽ തന്നെയാണ്. പക്ഷേ മോശം വീഡിയോ ഇടുന്നതിന് മാത്രമാണ്, അല്ലെങ്കിൽ ബാർ ഡാൻസിന് മാത്രമാണ് നമ്മൾ എതിര് പറഞ്ഞത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താണ് 3-4 ആണുങ്ങളുടെ കയ്യിൽ കിടന്ന് അമ്മാനം ആടിക്കൊണ്ട് നട റോഡിൽ നിന്ന വീഡിയോയ്ക്ക് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ അസുഖം വന്ന രേണുവിനെ ഒരിക്കലും ആരും കുറ്റപ്പെടുത്തില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഒരുപാട് കമന്റുകളിലൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു നിർബന്ധവുമില്ല. നമ്മൾ ആരെയും പിടിച്ചിരുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് വന്നിരുന്ന് കമന്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഒരുപാട് തിരക്കുള്ള ഒരാളാണ്, എനിക്ക് ജോലിയുണ്ട്, അതുപോലെ ഇത് വീഡിയോ എടുക്കണം, അങ്ങനെ ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ കമന്റിനും ഒന്നും ഞാൻ മറുപടി തരുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അവഗണിക്കേണ്ട കാര്യം നമ്മൾ അപ്പോൾ തന്നെ അവഗണിക്കും. പിന്നെ കുറേ കൂടുതൽ പോസിറ്റീവ് കമന്റിലൂടെ വന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നന്ദി പറയുന്നു. നിങ്ങളൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കമന്റിലൂടെ ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരുപാട് കമന്റുകൾ, പോസിറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരിക്കൽ നമ്മൾ അതിലേക്ക് വരാം. ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ ആളുകളോട് മറുപടി പറയേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകാം. അടുത്തത് മേഘ എന്ന് പറയുന്ന ഒരു സ്ത്രീ നെഗറ്റീവ് കമന്റ് ഇട്ടിരിക്കുകയാണ്. എടി പെണ്ണുമ്പിള്ളേ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? കണ്ടോന്റെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പോയി വീട്ടിലും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കുന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതുപോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതായത് കണ്ടോന്റെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പോയി വീട്ടിലും ഭർത്താവിന്റെ മക്കളെ അത്രേ ഇട്ടിട്ടുള്ളൂ, ബാക്കി പോലും ഇട്ടിട്ടില്ല. അതെന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നു മാത്രമേ ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കുന്നുള്ള അർത്ഥത്തിലാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും മുടക്കം പറ്റിയിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നല്ല അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് നല്ല ജോലി ഉള്ള ഒരാളാണ്, നല്ല തിരക്കുള്ള ജോലിയാണ്. എൻ്റെ കുടുംബത്തിലെ കാര്യവും നോക്കിയിട്ടാണ് ഞാൻ നോക്കി തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശം കൂടുതൽ ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എൻ്റെ കാര്യത്തിലേക്ക് ഇത്ര റിസ്ക് എടുത്ത് അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് 1 മണിക്കൂർ ഒരാൾ വീഡിയോ ഇടുന്നതിനകത്തെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അതിനകത്തൊന്നും നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ശേഷിയില്ല. മറിച്ച് ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാനും അതിലേക്ക് വന്ന് പൊക്കി പിടിച്ചത് പറയുവാനുമാണ് നിങ്ങൾ. അതായത് ഞങ്ങളൊക്കെ വീഡിയോ ഇടുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ്, മനസ്സിലായോ? മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സമയം കളഞ്ഞ് നെറ്റ് കളഞ്ഞൊക്കെയാണ് കഷ്ടപ്പെട്ടത്, നല്ല കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അത് വീഡിയോ എടുത്ത് ഇതുപോലെ ചാനലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. അപ്പോൾ നിനക്കൊക്കെ വന്ന് ഇത് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമായിട്ട് ഇത്ര എടുക്കുന്നില്ല. ഒരുപാട് നെഗറ്റീവ് കമന്റ് എൻ്റെ വീഡിയോയ്ക്ക് കൂടുതലും പോസിറ്റീവ് കമന്റുകളാണ് വന്നിരിക്കുന്നത്. അതിൽ കുറച്ച് പേര് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്. ആ നെഗറ്റീവ് കമന്റ് എല്ലാം ഒന്നും എനിക്ക് വായിക്കാനും സമയമില്ല, അതുപോലെ തന്നെ ഒട്ടും താല്പര്യവുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ നെഗറ്റീവ് കമന്റിന് എതിരെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വന്നതേ ഉള്ളൂ. എനിക്ക് എല്ലാ ദിവസവും ഇതൊന്നും വായിക്കാനോ നെഗറ്റീവ് കമന്റ് വായിക്കാനോ അതിൻ്റെ ആൻസർ തരാനോ ഒട്ടും സമയമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് സാധാരണ ഞാൻ അവഗണിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത കമന്റ് നോക്കാം. ഈ ശോഭന സജിത എന്ന് പറയുന്ന ഒരു ആളെ എന്നെ വിമർശിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഫോട്ടോയും അവരുടെ ഒരു ഇത് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, അവരുടെ റീൽസും ഒക്കെ ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് അവർക്ക് എന്നെ വിമർശിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ വിഷ്വൽസ് കാണുന്നവർക്ക് മനസ്സിലാകും ആരാണെന്ന് തള്ളച്ചെന്ന്. ഇവർക്ക് ഒരു വ്യക്തിഗത നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല. മേഴ്സി കുര്യൻ്റെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്തു. അവരുടെ അവരുടെ ആ ഒരു രീതികളും അവരുടെ ആ ഫോട്ടോയും ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് എന്നെ വിമർശിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സമ്മതിച്ചു തന്നേനെ. പക്ഷേ ഇവരുടെയൊക്കെ പ്രൊഫൈലും ഇവരുടെയൊക്കെ റീൽസും എല്ലാം ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ എന്നെ അമ്മച്ചി എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്തിട്ടുണ്ട്. ഇവർ ഇനിയില്ല, നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമ്മച്ച ഒരു കാര്യം പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത്തരം കാര്യങ്ങളെ അത്രയ്ക്ക് ഇതായിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ, കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ ആ ഓരോ കമന്റും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് നിങ്ങൾ വിമർശിച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് മുമ്പിൽ എത്ര പേരാണ് നെഗറ്റീവ് പറഞ്ഞതെന്നും എത്രയോ പേര് പോസിറ്റീവ് പറഞ്ഞെന്നുള്ളവരും അത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതുപോലും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഈ വന്നിരുന്ന് പറയുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയ്ക്കുള്ള കാര്യമായിട്ടേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിൽ എന്ത് ഉദ്ദേശിച്ചാലും അതൊന്നും നടപ്പിലാകാൻ പോകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ നെറ്റ് കളഞ്ഞിട്ട് നിങ്ങൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വന്ന് കുറേ കമന്റ് ഇട്ടെന്നൊന്നും ഓർത്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ജോലിയിലൂടെ മുമ്പോട്ട് പോകും. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വീഡിയോ എടുക്കണം, അതുപോലെ മറ്റു ജോലി എനിക്കുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് കമന്റ് വായിക്കുവാനൊന്നും ഇന്ന് എനിക്കൊരു സ്വല്പ സമയം കിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് വായിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് നന്നാക്കുവാനോ ഒന്നും ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായില്ലേ കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഓക്കെ.
വീഡിയോയ്ക്ക് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പോസിറ്റീവ് അറിയിച്ചവരുണ്ട് കേട്ടോ. പേഴ്സണലായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ഇട്ടത് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് റീച്ച് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത്രയും കയറിപ്പോയത്. അത് ഇതുപോലെയുള്ള വീഡിയോകൾ, അതായത് സമൂഹത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന വാക്കുകൾ, നമ്മുടെ വാക്കുകൾ കൊണ്ട് അതുപോലുള്ള വീഡിയോ ആണ് ഞാൻ ഇനിയും ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് അടിച്ച എല്ലാ ആൾക്കാർക്കും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.